അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുഅറബായ ഇസ്മുകളിൽ മുഅ്തൽ മുഅ്തൽ എന്ന വകുപ്പിനെ കുറിച്ചാണ് ഇവിടെ മനസ്സിലാക്കിയത്. അവസാനത്തിൽ വല്ലത്തിൻ്റെ അക്ഷരങ്ങൾ ഹർഫുകളായ അലിഫ്, വ, യ എന്നിവ ചേർന്ന് വരുന്ന ഇസ്മുകൾ, അവിടെ നമ്മൾ ഗ്രന്ഥകാരൻ പറഞ്ഞ അൽ മുസ്തഫ, വൽ മുർത്തഖി, അൽ മുർത്തഖി എന്നീ ഉദാഹരണങ്ങൾ പറയുകയുണ്ടായി. അൽ മുസ്തഫ എന്നുള്ളത് അതിന് അൽ ഇസ്മുൽ മഖ്സൂർ എന്ന് പറയും. അൽ മുർത്തഖി എന്നത് അൽ ഇസ്മുൽ മൻഖൂസ് എന്നതിൻ്റെ ഉദാഹരണമാണ്. മുസ്തഫ എന്നുള്ളത് മഖ്സൂറിൻ്റെ ഉദാഹരണവുമാണ്. എന്താണ് അൽ ഇസ്മുൽ മഖ്സൂർ, അതിനെങ്ങനെയാണ് ഇഅ്റാബ്, അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഗ്രന്ഥകാരൻ പറയുന്നത് فالأول الإعراب فيه قدر جميعه وهو الذي قد قصر. അതേ ഫൽ അവൽ, അപ്പോൾ ഒന്നാമത്തേത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അൽ മുസ്തഫ എന്നതിനെയാണ്. അൽ മുസ്തഫ എന്നതിനെയാണ്. അൽ മുസ്തഫ എന്നുള്ളത് അൽ ഇസ്മുൽ മഖ്സൂറിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് അൽ ഇസ്മുൽ മഖ്സൂർ? ഇസ്മുൽ മഖ്സൂർ എന്ന് പറഞ്ഞാൽ അൽ ഇസ്മുൽ മുഅറബുല്ലദി ആഖിറുഹു അലിഫുൻ ലാസിമത്തുൻ എന്നാണ്. മുഅറബായ ഇസ്മാണ്, മബ്നിയായ ഇസ്മല്ല. നമ്മൾ പറഞ്ഞു മബ്നിയായ ഇസ്മുകളെ കുറിച്ച് പറഞ്ഞല്ലോ, അതല്ല. പിന്നെ മുഅറബായ ഇസ്മാണ്. അല്ലദി, എങ്ങനെയുള്ള മുഅറബായ ഇസ്മാണ്? അല്ലദി ആഖിറുഹു, അതിൻ്റെ അവസാനമായിരിക്കും അലിഫുൻ ലാസിമ, ലാസിമായ അലിഫ്. ഉണ്ടാ ഇവിടെ ഉണ്ടാ അൽ മുസ്തഫ എന്നുള്ളിടത്ത് അതിലെ അലിഫ് അത് ലാസിമത്താണ്. ലാസിമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇസ്മിൽ അടിസ്ഥാനപരമായിട്ട് അതിനോടനുബന്ധമായിട്ടുള്ളതാണ്. ഇപ്പം ഇസ്തഫ, സഫ, ഇസ്തഫ, യസ്തഫ, പിന്നെ മുസ്തഫ ഉണ്ടോ. അപ്പോൾ ഈ പിന്നെ അലിഫ് ആ പിന്നെ ഇസ്മിൽ ലാസിമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇതിലേറെ വന്നതല്ല. ഏറെ വന്നത് എന്ത് എന്നുള്ളത് നമ്മളിവിടെ പിന്നെ ഇവിടെ ചില കാര്യങ്ങൾ തുടർന്ന് മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് ഏറെ വരിക എന്നുള്ളത്, സായിദത്തായി വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പിന്നെ അവസാനം അലിഫുൻ ലാസിമ ഉള്ള മുഅറബായ ഇസ്മാണ് അൽ മഖ്സൂർ. അതിനെന്തുകൊണ്ട് മഖ്സൂർ പേര് വന്നു അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിന് മറ്റൊരു ഉദാഹരണമാണ് റഹ. ഉണ്ടോ, റഹ എന്നുള്ളത് ആസുകല്ലിലാണ് പറയാം. റഹ ഉണ്ടോ, റഹ എന്നുള്ളതിൻ്റെ അവസാനം എന്തുണ്ട്? അലിഫുണ്ട്. തൊട്ടുമുള്ള അക്ഷരത്തിന് ഫതഹത്താണ്. അസ ഉണ്ടോ, അലിഫാണ്, തൊട്ടുമുള്ള അക്ഷരത്തിന് ഫതഹത്താണ്. അപ്പോൾ റഹ, അസ, മുസ്തഫ, മൂസ ഉണ്ടോ, ഇതുപോലത്തൊക്കെ പേരുകൾ അതിൻ്റെ അവസാനത്തിൽ ലാസിമത്തായ അലിഫുണ്ട്, തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ഫതഹത്താണ്, ഹറക്കത്ത്. ഇങ്ങനെയുള്ള ഇസ്മുകൾക്കാണ് അൽ മഖ്സൂർ എന്ന് പറയുക. അപ്പോൾ ദഅ, സഅ എന്നുള്ളത് എന്താ? ഇവിടെ ഈ ഉദാഹരണങ്ങളിലൂടെ നമുക്കൊന്നുകൂടി ഇസ്മുൽ മഖ്സൂറിന് വ്യക്തമാകാം, തെളിയിക്കാം. ദഅ എന്നുള്ളത് നോക്കിയാൽ നിങ്ങൾ അലിഫിലാണ് അവസാനിക്കുന്നത്. സഅ എന്നുള്ളതും അങ്ങനെ തന്നെയാണ്, അലിഫിലാണ് അവസാനിക്കുന്നത്. അതിന് തൊട്ടുമുള്ള അക്ഷരത്തിന് ഫതഹത്താണ്. പക്ഷേ ഇത് ഇസ്മു മഖ്സൂർ അല്ല. എന്തുകൊണ്ട്? ഇത് ഫിഅലാണ്. നമ്മളിവിടെ ഇസ്മിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഫിഅലിനെ കുറിച്ചല്ല. അതുകൊണ്ട് തന്നെ ഇത് മഖ്സൂറായ ഇസ്മല്ല, അതിന് ഉദാഹരണമല്ല. കാരണം ഇത് ഫിഅലാണ്. അല, ഇല ഉണ്ടോ, അല, ഇല നോക്കിയാൽ ഈ അല എന്നുള്ളതിൻ്റെ അവസാനത്തിൽ അലിഫ് ലാസിമുണ്ട്, ഇലക്കുണ്ട്, തൊട്ടുമുള്ള അക്ഷരത്തിന് ഹർക്കത്ത് ഫതഹത്താണ്. പക്ഷേ ഇത് ഇസ്മു മഖ്സൂറല്ല. എന്തുകൊണ്ട്? ഇത് ഹർഫുകളാണ്, ഇത് ഹർഫാണ്. എന്തല്ല പിന്നെ ഇസ്മല്ല. നമ്മൾ പറഞ്ഞ ഹർഫുകളെ കുറിച്ച് പറഞ്ഞു, ഹർഫുകളൊക്കെ മബ്നിയ.
അതുകൊണ്ട് തന്നെ ഇത് ഇസ്മ അല്ല, മുറബായ ഇസ്മല്ല, ഇത് ഹർഫുകളാണ്. തൈ മാത എന്നുള്ളത് ഇസ്മുൽ ഇഷാറയാണ്. നോക്കി, ഇവിടെ അവസാനത്തിന് അലിഫുണ്ട്, മാക്കും അലിഫുണ്ട്, തൊട്ടുമുള്ള അക്ഷരത്തിന് ഫതഹത്താണ്. മാത എന്നുള്ളിടത്തൊക്കെ അങ്ങനെ തന്നെയാണ്, അലിഫുണ്ട്, തൊട്ടുമുള്ള അക്ഷരത്തിന് ഫതഹത്താണ്. പക്ഷെ ഇതൊന്നും എന്തല്ല, ഇസ്മ മഖ്സൂറല്ല, മഖ്സൂറായ ഇസ്മല്ല. എന്തുകൊണ്ടല്ല? നമ്മൾ പറഞ്ഞു ഇത് മബ്നിയാണ്, മബ്നിയാണ്. നമ്മൾ പറഞ്ഞില്ലേ, പിന്നെ കശബഹിൽ വദഈ ഫി ഇസ്മൈ ജിതന വൽ മഅനവി ഫി മത വ ഫി ഹുന. അവിടെ മത, ഹുന പോലൊക്കെ പിന്നെ ഉദാഹരണങ്ങൾ, അതിന് ആശയതലത്തിൽ ഹർഫിനോടാണ് സാദൃശ്യം, ആശയതലത്തിൽ ഹർഫിനോടാണ് സാദൃശ്യം. അങ്ങനെയുള്ള ഇസ്മുകളൊക്കെ മബ്നിയാണെന്ന് പറഞ്ഞു. ഇസ്മുൽ ഇഷാറ, അതേപോലെ ഇസ്മു മൗസൂല, മാദ, ഇസ്തിഫാമിന്റെ അദാത്ത്, ഇതൊക്കെ എന്താണ്? അൽ അസ്മാഉൽ മബ്നിയാണ്, അതിനുള്ള ഉദാഹരണമാണ്. നമ്മളിവിടെ അൽ ഇസ്മുൽ മഖ്സൂർ, അൽ ഇസ്മുൽ മുറബ്, മുറബായ ഇസ്മാണ്. അപ്പോൾ പിന്നെ ഇവ അലിഫിലാണ് അവസാനിക്കുന്നത് എങ്കിലും ഇതൊന്നും എന്തല്ല, മുറബായ ഇസ്മല്ല. മുസ്തഫ പോലെ മുറബായ ഇസ്മല്ല, കാരണം ഇത് ഇസ്മു മബ്നിയാണ്. ഇനി സമന്തു, നാജി, ഇതൊന്നും എന്തല്ല, മഖ്സൂറായ ഇസ്മല്ല, മഖ്സൂറായ ഇസ്മല്ല. എന്തുകൊണ്ട്? സമന്തു എന്നുള്ളത് വാവിലാണ് അവസാനിക്കുന്നത്, നാജി എന്നുള്ളത് യായിലാണ് അവസാനിക്കുന്നത്. തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഹറക്കത്ത്, സമന്തു എന്നുള്ളത് ഒരു ദമ്മാണ്, ദമ്മത്താണ്, ഇവിടെ കസ്റത്താണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും മഖ്സൂറായ ഇസ്മല്ല. മഖ്സൂറായ ഇസ്മാകണമെന്നുണ്ടെങ്കിൽ അവസാനത്തിൽ ലാസിമത്തായ അലിഫ് വേണം, തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫതഹത്ത് വേണം, അത് മബ്നിയാകാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. ഇനി അഹാക, അബാക എന്നുള്ളതിൽ അഹാ അവിടെ അലിഫുണ്ട്, അബാ എന്നുള്ളതിലും അലിഫുണ്ട്, തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ഫതഹത്താണ്. പക്ഷെ ഇതും മഖ്സൂറായ ഇസ്മല്ല. അബാ എന്നുള്ളതും അഹാ എന്നുള്ളതും മഖ്സൂറായ ഇസ്മല്ല. എന്തുകൊണ്ടല്ല? ഇവിടെ അഹാ എന്നുള്ളതിൽ അലിഫ് ലാസിമത്തായ അലിഫല്ല, അവിടെ അലിഫുൻ ലാസിമ എന്ന് പറഞ്ഞത്. ഇവിടെ അഹാ എന്നുള്ളതിൽ ലാസിമത്തല്ല. അബാ എന്നുള്ളതിലും എന്തല്ല, അത് ലാസിമത്തല്ല. പിന്നെയോ അത് സായിദത്തായി ഏറെ വന്നതാണ്, അതിനെ ഇറാബ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇറാബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അബുൻ, അഹുൻ ആണോ, അഹുൻ എന്നുള്ളതാണ് ഇതിൻ്റെ അസിൽ, അഹുൻ. അതേപോലെ ഇവിടെ അബുൻ എന്നാണ്, കണ്ടാ അസിലിൽ ഇവിടെ എന്തില്ല, അലിഫില്ല, അലിഫില്ല. അപ്പൊ ഇത് ലാസിമത്തല്ല, മുസ്തഫ പോലെ ലാസിമത്തല്ല. ഞാൻ പറഞ്ഞില്ലേ എന്താണ് ലാസിമത്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇവിടെ ഈ ഉദാഹരണം വ്യക്തമാകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഇവിടെ മുസ്തഫ എന്നുള്ളതിൽ അലിഫ് ലാസിമത്താണ്, അവിടെ ഉള്ളതാണ്. അതേസമയം അഹുൻ, അബുൻ എന്നുള്ളതിൽ ഇവിടെ അലിഫില്ല. പിന്നെ അബാ, അഹാക്ക, അബാക്ക എന്നുള്ളിടത്ത് പിന്നെ അലിഫ് ഏറെ വന്നതാണ്, സായിദത്തായി വന്നതാണ്. അതിന് എന്തിനു വേണ്ടിയിട്ട്? അതിന് പിന്നെ ഇറാബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞില്ലേ, അബുൻ, അഹുൻ, ഹമുൻ, ഫൂസു എന്നുള്ളവ അസ്മാവു സിത്തയാണ്. ഹനുൻ എന്നുള്ളത് അൽ അസ്മാവു സിത്തയിൽപ്പെട്ടതാണ്. അതിൻ്റെ നസ്ബ് അലിഫ് കൊണ്ടാണ്, അതിൻ്റെ നസ്ബ് അലിഫ് കൊണ്ടാണ്, റഫ് വാവ് കൊണ്ടാണ്, ജറ് യാവ് കൊണ്ടാണ്. അപ്പോൾ അഹുൻ എന്നുള്ളതിൽ ഇവിടെ അഹാക്ക എന്ന് പറയുമ്പോൾ അലിഫ് ഏറെ വന്നതാണ്, സായിദത്തായി വന്നതാണ്. അതിന് ഫതഹത്ത് നൽകുന്നതിന് വേണ്ടിയിട്ട് റഅയ്തു അഹാക്ക, റഅയ്തു അബാക്ക, മഫൂലും ബിയാണ്, അഹ എന്നുള്ള മഫൂലും ബിയാണ്. അതിന് പിന്നെ നസ്ബ് അലിഫ് കൊണ്ടാണ്, കാരണം അത് അൽ അസ്മാഉ സിത്തയിൽപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ഏറെ വന്നതാണ്, സായിദത്താണ്, എന്തല്ല ലാസിമത്തല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അഹ, അബ എന്നുള്ളതൊന്നും എന്തല്ല, മഖ്സൂറായ ഇസ്മിന് ഉദാഹരണമല്ല, മഖ്സൂറായ ഇസ്മിന് ഉദാഹരണമല്ല. ഇതേപോലെ തന്നെയാണ് മുസന്നയുടെയും വിഷയം. ഇസ്മു മുസന്ന, സൈദാനി, അവിടെ അലിഫ്, സൈദ എന്നുള്ളിടത്ത് അലിഫ് സായിദത്താണ്, ഏറെ വന്നതാണ്. എന്തിന്? മുസന്നക്ക് റഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിൽ ആലിഫി ഇർഫഇൽ മുസന്ന വകില ഇദാ ബി മുദ്മരിൻ മുദാഫൻ മുസ്ല ബിൽ ആലിഫി ഇർഫ, അലിഫ് കൊണ്ട് നീ റഫ് ചെയ്തോ മുസന്നക്ക് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അവിടെ അലിഫ് ഏറെ വന്നത് മുസന്നയിൽ. അപ്പം മുസന്നയിലെ സൈദാനി, അവിടെ ആലിഫ് ഏറെയാണ്, സായിദത്താണ്. അഹ എന്നതിൽ സായിദത്താണ്, അബ എന്നുള്ളതിൽ സായിദത്താണ്. മുസ്തഫ എന്നതിലെ പോലെ ലാസിമത്തല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഇവിടെ എന്താണ് അൽ ഇസ്മുൽ മഖ്സൂർ? അൽ ഇസ്മുൽ മഖ്സൂർ എന്ന് പറഞ്ഞെങ്കിൽ അൽ ഇസ്മുൽ മുറബ്, മുറബായ ഇസ്മാണ്. അല്ലാതെ എങ്ങനെയുള്ള ഇസ്മാണ്? ആഖിറുഹു, അതിൻ്റെ അവസാനം അലിഫുൻ ലാസിമത്തുൻ, ലാസിമത്തായ അലിഫാകുന്നു എന്നാണ്. അപ്പോൾ ദഅ എന്നുള്ളത് ഇവിടെ
ഇസ്മു മക്സൂറല്ല, കാരണം ഇത് ഫിഅലാണ്. അല എന്നുള്ളത് ഇസ്മു മക്സൂറല്ല. എന്തുകൊണ്ട്? അത് ഹർഫാണ്. മാതാ പോലുള്ളത് അൽ ഇസ്മുൽ മക്സൂറിൽ പെട്ടതല്ല. എന്തുകൊണ്ട്? ഇതൊക്കെ മബിനിയാണ്. നമ്മൾ മുറമായ ഇസ്മാണ് മക്സൂറായ ഇസ്മ എന്നാണ് പഠിക്കുന്നത്. അതേപോലെ സമന്തു, നാജി പോലുള്ളതൊന്നും ഇസ്മുൽ മക്സൂറല്ല. എന്തുകൊണ്ട്? അതിൻ്റെ അവസാനത്തിൽ എല്ലാത്തിൻ്റെ ഹർഫാണെങ്കിലും അലിഫുൻ ലാസിമയല്ല. ഇവിടെ വാവാണ്, ഇവിടെ യാ ആണ്. മക്സൂറാകണമെങ്കിൽ അലിഫുൻ ലാസിമ അതിൻ്റെ അവസാനത്തിൽ ചേർന്ന് വരണം എന്നുള്ളതാണ്. അതേപോലെ അഹാക്ക, അബാക്ക എന്നുള്ളതൊന്നും ഇസ്മുൻ മക്സൂറല്ല. എന്തുകൊണ്ട്? ഇതിൽ അഹാ, അബ എന്നുള്ളതിലുള്ള അലിഫ് അത് ലാസിമത്തല്ല, അത് സായിദത്താണ്, ഏറെ വന്നതാണ്. ലാസിമത്തായ അലിഫായിരിക്കണം. മൂസ, ഈസ, റഹ, അസ പോലുള്ള ഇസ്മുകളിൽ ഉള്ളതുപോലെ. ഇതാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്താണ് മക്സൂറായ ഇസ്മ എന്ത്, അത് മനസ്സിലാക്കുന്ന വിഷയത്തിൽ ഇനി ഗ്രന്ഥകാരൻ പറയുന്നു ഫൽ അവ്വലു. അപ്പോൾ ഒന്നാമത്തേത് എന്ന് പറഞ്ഞെങ്കിൽ അൽ മുസ്തഫ എന്ന് പറഞ്ഞല്ലേ, മുസ്തഫ പോലുള്ള ഇസ്മ എന്ന് പറഞ്ഞല്ലേ, അതാണ് അൽ അവ്വൽ ഇവിടെ ഉദ്ദേശം. ഒന്നാമത്തേത് എന്ന് പറഞ്ഞെങ്കിൽ മക്സൂറായ ഇസ്മ, അതാണ് അൽ മുസ്തഫ. എൻ്റെ ഉദാഹരണം അൽ ഇഅ്റാബു ഫീഹി, അതിൽ ഇഅ്റാബ് ഖുദ്ദിറ എന്ന് പറഞ്ഞെങ്കിൽ സങ്കല്പിക്കപ്പെട്ടു, കരുതപ്പെട്ടു. ജമീഉഹു, എല്ലാ ഇഅ്റാബും, ഇഅ്റാബിന്റെ എല്ലാം, നസ്ബ്, റഫ്അ്, അതേപോലെ ജർ, എല്ലാം ഖുദ്ദിറ, തഖ്ദീർ ചെയ്യപ്പെട്ടു. അതുകൂടി നമുക്ക് ഉദാഹരിച്ച് പറയാം. വഹുവ അത്, ഇങ്ങനെ ഇഅ്റാബെല്ലാം തഖ്ദീർ ചെയ്യുന്ന, സങ്കല്പിക്കപ്പെടുന്ന ഈ ഒന്നാമത്തേത് വഹുവല്ലദി അതാകുന്നു ഖദ് ഖുസിറ, ഖസ്ർ ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മക്സൂറാക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മക്സൂറായ ഇസ്മ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. മക്സൂറായ ഇസ്മ ഒന്നുകൂടി നമുക്ക് ഒരു ഉദാഹരണം എഴുതിയിട്ട് ഇവിടെ മനസ്സിലാക്കാം. ഇപ്പോൾ മൂസ നമ്മൾ പറഞ്ഞല്ലോ, മൂസ എന്നുള്ളത് മക്സൂറാണ്. ജാഅ മൂസ, റഅയ്തു മൂസ, മറർതു ബി മൂസ. ഇവിടെ മൂസ എന്നുള്ളത് എന്താണ്? മുസ്തഫ പോലെ മക്സൂറായ ഇസ്മാണ്. എന്തുകൊണ്ട്? മൂസാന്റെ അവസാനത്തിൽ അലിഫുൻ ലാസിമത്തുണ്ട്, ലാസിമത്തായ അലിഫുണ്ട്. തൊട്ടുമ്പുള്ള അക്ഷരത്തിന് സീനിന് ഫതഹത്താണ്. അലിഫുൻ ലാസിമ വന്നിട്ടുണ്ടെങ്കിൽ തൊട്ടുമ്പുള്ളത്തിന് ഫതഹത്ത് എന്ന് പറയേണ്ടതില്ല, അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഏതായാലും മൂസ എന്നുള്ളത് എന്താണ്? ഇസ്മ മക്സൂറിന്റെ ഉദാഹരണമാണ്. ഇവിടെ ജാ മൂസ വന്നു. മൂസ ഫായിലാണ്. ഫായിലാകുമ്പോൾ മർഫൂ ദമ്മത്ത് കൊണ്ടാണ് അല്ലേ? ഇവിടെ നമ്മൾ ഇപ്പോൾ സെയ്ദുൻ എന്ന് എഴുതാണെങ്കിൽ ജാ സെയ്ദുൻ, സെയ്ദുൻ എന്നുള്ളത് ഫായിലാണ്, മർഫൂആണ്. മർഫൂഉൻ ദമ്മത്ത് കൊണ്ട് മർഫൂആണ്. എന്നാൽ ഇവിടെ ജാ മൂസ എന്നുള്ളടത്ത് നോക്കിയേ, മൂസ എന്നുള്ളത് ദമ്മത്ത് ബാഹിറത്തല്ല. സെയ്ദുൻ എന്നതിലുള്ളടത്ത് ദമ്മത്ത് ബാഹിറത്താണ്, വെളിവാണ്. ലഫ്ദിയായി വെളിവാണ്. എന്നാൽ മൂസ എന്നുള്ളടത്ത് ലഫ്ദിയായിട്ട് വെളിവല്ല, മൂസ എന്നാണ്. ഇനി റഅയ്തു മൂസ, റഅയ്തു ഞാൻ കണ്ടു, ഫിഅലും ഫായിലാണ്. മൂസ എന്നുള്ളത് മഫ്ഊലാണ്, അത് മൻസൂബാണ്, നസ്ബ് ചെയ്യപ്പെടണം. നസ്ബ് ഫത്ഹത്ത് കൊണ്ടാണ്. ഇവിടെ നോക്കിയേ, മൂസ എന്നുള്ളടത്ത് നസ്ബ് വെളിവല്ല, മൂസ വെളിവായിട്ടില്ല, തഖ്ദീരിയാണ്. എന്നാൽ ഇവിടെ റഅയ്തു സെയ്ദൻ എന്ന് പറഞ്ഞു നോക്കിയേ, റഅയ്തു സെയ്ദൻ, സെയ്ദൻ വെളിവായി.
ഫതഹത്ത് വാഹിറത്താണ്, വെളിവായി. നസ്ബാണ്, നസ്ബ് ഫതഹത്ത് കൊണ്ടാണ്, ഫതഹത്ത് വെളിവായി. എന്നാൽ മൂസ എന്നുള്ളതിൽ മൂസ ഇവിടെ റഫിന്റെ സന്ദർഭത്തിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നസ്ബിന്റെ സന്ദർഭത്തിൽ, വെളിവായില്ല. ഇനി മറർത്തു ഞാൻ നടന്നു, ബി മൂസ, ബി ഹർഫുൽ ജറാണ്, മൂസ മജറൂറാണ്, മൂസ ഉണ്ടോ, ഇവിടെയും വെളിവായില്ല. എന്നാൽ നമ്മളിവിടെ മറർത്തു ബി സൈദിൻ, ബി ഉണ്ടോ സൈദിൻ ഉണ്ടോ, സൈദിൻ എന്നുള്ളത് വെളിവായി. കസറത്ത് കൊണ്ട് ജറ്, കസറത്ത് കൊണ്ട് വെളിവായി. എന്നാൽ ഇവിടെ മൂസ എന്നുള്ളിടത്ത് വെളിവായില്ല. മൂസ എന്നുള്ളത് മുഅറബായ ഇസ്മാണ്, മബ്നിയല്ല. പക്ഷേ ഇവിടെ റഫ്ഇന്റെ സന്ദർഭത്തിലും നസ്ബിന്റെ സന്ദർഭത്തിലും ജറിന്റെ സന്ദർഭത്തിലും ഇതുപോലെ വാഹിറത്തായില്ല ഹറക്കത്ത്. പിന്നെയോ ഇവിടെ മുഖദ്ദറത്താണ്, സങ്കല്പിക്കുകയാണ്, കരുതുകയാണ്. മനസ്സിലായ? അതാണ് ഇവിടെ നമ്മുടെ ഗ്രന്ഥകാരൻ പറഞ്ഞത് ഫൽ അവ്വലു, ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ മുസ്തഫ പോലുള്ള അൽ ഇസ്മുൽ മഖ്സൂർ, അതിൽ അൽ ഇഅ്റാബു ഫീഹി, അതിൽ ഇഅ്റാബ് ഖുദ്ദിറ എന്ന് പറഞ്ഞെങ്കിൽ സങ്കല്പിക്കപ്പെട്ടു അല്ലെങ്കിൽ കരുതപ്പെട്ടു. ജമീഉഹു, ഇഅ്റാബ് എല്ലാം, ജമീഉഹു എന്ന് പറഞ്ഞാൽ ജമീഉൽ ഇഅ്റാബ്, ഇഅ്റാബിന്റെ എല്ലാം ഖുദ്ദിറ എന്നാണ്, കരുതപ്പെട്ടു എന്നാണ് നമ്മൾ പറഞ്ഞേ. ഇവിടെ നോക്കി, റഫ്അ്, നസ്ബ്, ജറ് ഇസ്മാണ്, അതുകൊണ്ട് ജിസ്മ് വരൂല, സുക്കൂന് വരൂല, ഇസ്മിൽ സുക്കൂന് വരൂല. അപ്പോ റഫ്ഉം നസ്ബും ജറും, അതാണ് ജമീഉഹു, എല്ലാം ഖുദ്ദിറ, കരുതപ്പെട്ടു, സങ്കല്പിക്കപ്പെട്ടു. വഹുവ, ഇങ്ങനെ ഇഅ്റാബ് എല്ലാം സങ്കല്പിക്കപ്പെടുന്ന ഈ ഒന്നാമത്തേത് വഹുവ, അത് വഹുവല്ലദി, അതെത്രേ ഖദ് ഖുസിറ, തീർച്ചയായും ഖുസിറ, മഖ്സൂറാക്കപ്പെട്ടു, മഖ്സൂറാക്കപ്പെട്ടത് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഗ്രന്ഥകാരൻ പറയാണ് ഈ മുസ്തഫ എന്നുള്ള ഈ ഒന്നാമത്തേത് അല്ലെ ഇഅ്റാബു ഫീഹി, അതിൽ ഇഅ്റാബ് ഖുദ്ദിറ, തഖ്ദീർ ചെയ്യപ്പെട്ടു, ജമീഉ എല്ലാ ഇഅ്റാബും, വഹുവ ഈ അൽ മുസ്തഫ പോലുള്ള ഈ ഒന്നാമത്തേത് അല്ലദി, അതെങ്ങനെയുള്ളതാണ്, ഖദ് ഖുസിറ, അത് ഖസറാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മഖ്സൂറാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാകുന്നു അൽ ഇസ്മുൽ മഖ്സൂറായ ഇസ്മ് എന്നാണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മഖ്സൂറായ ഇസ്മ് അതെന്താണ്? അലിഫുൽ ലാസിമ കൊണ്ട് അവസാനിക്കുന്ന മുഅറബായ ഇസ്മാകുന്നു. അതിൻ്റെ ഇഅ്റാബ് റഫും നസ്ബും ജറും ജമീഉ, അതെല്ലാം ഖുദ്ദിറ, തഖ്ദീർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ സഹീഹായ ഇസ്മുകളിൽ ഇഅ്റാബ് ലഫ്ദിയായിരിക്കും, ബാഹിറത്ത് ആയിട്ടായിരിക്കും, അതിൻ്റെ ഹറക്കത്ത് ബാഹിറത്തായിരിക്കും. എന്നാൽ മഖ്സൂറായ ഇസ്മിൽ അതിൻ്റെ ഹറക്കത്തുകൾ ബാഹിറത്താകൂല, ഇതേപോലെ പിന്നെയോ മുഖദ്ദറത്തായിരിക്കും, തഖ്ദീർ ചെയ്യപ്പെടുകയായിരിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇനി അതിനെ ഇഅ്റാബ് പറഞ്ഞു നോക്കാം. ജാഅ ഫിഅ്ലു മാദി, മൂസ ഫാഇലുൻ മർഫൂഉൻ ബിദ്ദമ്മത്തി അൽ മുഖദ്ദറത്തി, മൂസ ഫാഇലുൻ മർഫൂഉൻ ബിദ്ദമ്മത്തിൽ മുഖദ്ദറത്തി. എന്നാ ഇവിടെ എങ്ങനെ പറയാം? സെയ്ദുൻ എന്നുള്ളടത്ത് ജാഅ ഫിഅ്ലു മാദി സെയ്ദുൻ ഫാഇലുൻ മർഫൂഉൻ ബിദ്ദമ്മത്തി ദാഹിറത്തി, ദാഹിറത്തായ ദമ്മത്ത് കൊണ്ടാണ്. ഇവിടെ മുഖദ്ദറത്തായ ദമ്മത്ത് കൊണ്ടാണ്. ഇവിടെ ദമ്മിനെ തഖ്ദീർ ചെയ്യാണ് ചെയ്യുന്നത്, ഇവിടെ ദമ്മിനെ ബാഹിറാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ റഅയ്തു ഫിഅ്ലുൻ ഫാഇലുൻ, മൂസ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ ബിൽ ഫത്ഹത്തിൽ മുഖദ്ദറത്തി, ഇവിടെ സങ്കല്പിക്കപ്പെടുകയാണ്, ഫത്ഹത്താണ് എന്നുള്ളത് സങ്കല്പിക്കപ്പെടുകയാണ്. എന്നാൽ ഇവിടെ നോക്കി, റഅയ്തു ഫിഅ്ലുൻ ഫാഇലുൻ സെയ്ദൻ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ ബിൽ ഫത്ഹത്തി ദാഹിറത്തി, ദാഹിറത്തായ പ്രകടമായ ഫത്ഹത്ത് കൊണ്ടാണ്, ഇവിടെയോ മുഖദ്ദറത്തായ ഫത്ഹത്ത് കൊണ്ടാണ് സങ്കല്പിക്കപ്പെടുകയാണ്. ഇനി ഇവിടെ മറർത്തു ഞാൻ നടന്നു, മറർത്തു ഫിഅ്ലുൻ ഫാഇലുൻ ബി ഹർഫുൽ ജർ സെയ്ദിൻ ഇസ്മുൻ മജ്റൂറുൻ ബിൽ കസ്റത്തി ദാഹിറത്തി, ദാഹിറത്തായ കസ്റത്ത് കൊണ്ടാണ് ഇവിടെ ജർ. എന്നാൽ ഇവിടെ ബി മൂസ, ബി
ഹർഫുൽ ജർ. മൂസ ഇസ്മുൻ മജ്റൂറുൻ, ഇസ്മുൻ മജ്റൂറും ബിൽ കസ്റത്തി, കസ്റത്ത് കൊണ്ടാണ് മജ്റൂർ. പക്ഷേ ഇതുപോലെ വാഹിറത്തല്ല, പിന്നെയോ മുഖദ്ദറത്തിൻ, മുഖദ്ദറത്താണ്. അപ്പോൾ ഇതാണ് അൽ അവ്വലുൽ ഇറാബു ഫീഹി ഖുദ്ദിറ ജമീഉഹു. അൽ ഇറാബു ഫീഹി, ഈ ഒന്നാമത്തേതിൽ ഇറാബ് ഖുദ്ദിറ തഖ്ദീർ ചെയ്യപ്പെടും, ജമീഉഹു എല്ലാം, എല്ലാം എന്ന് പറഞ്ഞാൽ റഫ്അ്, നസ്ബ്, ജർ എല്ലാം തഖ്ദീർ ചെയ്യപ്പെടും. അതിൻ്റെ വിശദീകരണമാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഇവിടെ തഖ്ദീറാണ്, ഇവിടെ വാഹിറത്താണ്, ഇവിടെ ലഫ്ളിയാണ്, ഇവിടെ തഖ്ദീരിയാണ്. ഇറാബുകൾ ലഫ്ളിയുണ്ട്. അതാണ് നമ്മൾ ജാ സൈദുൻ, റഅയ്തു സൈദൻ, മറർതു ബി സൈദിൻ എന്നുള്ളിടത്ത് ലഫ്ളിയാണ്. വാഹിറത്തായ ഹറക്കത്തുകൾ കൊണ്ട് ശരിക്കും ഉച്ചരിക്കുന്ന അവസ്ഥയാണ് ഇറാബ്. എന്നാൽ ഇറാബ് തഖ്ദീരി ഉണ്ട്. തഖ്ദീരി എന്ന് പറഞ്ഞെങ്കിൽ സങ്കല്പിക്കുക. അതെവിടെയാണ് തഖ്ദീരി? അത് ഇസ്മു മഖ്സൂറിലാണ്. അതേപോലെ മറ്റു പിന്നെ മൻഖൂസായ ഇസ്മിൽ തഖ്ദീരി വരും, അതേപോലെ ഫെയിലുകളിൽ തഖ്ദീരി വരും, പിന്നെ വേറെയും പിന്നെ തഖ്ദീരി വരും. ഇപ്പോൾ ഒരു പിന്നെ ഒരു പുറന്തക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ യാ ഉൽ മുത്തക്കല്ലിം ചേർന്ന് വരുന്ന പിന്നെ കലം, കലമി ഉണ്ടല്ലോ, യാ ഉൽ മുത്തക്കല്ലിം ചേർന്ന് വരുന്ന ഇസ്മുകൾക്ക് തഖ്ദീരി ആയിരിക്കും ഇറാബ്. ഹാദാ ഖലമി, ഹാദാ ഖലമി, ഇഷ്തറൈതു ഖലമി, അല്ലെങ്കിൽ അഖദ്തു ഖലമി, അഖദ്തു ഖലമി, കതബ്തു ബി ഖലമി, കതബ്തു ബി ഖലമി. അവിടെ ഖലമി, ഹാദാ ഖലമി എന്നുള്ളടത്ത് മർഫൂആണ്, പക്ഷെ അവിടെ തഖ്ദീരിയാണ് ഖലമി. അതേപോലെ തന്നെ പിന്നെ അഖത്തു ഞാൻ എടുത്തു, ഖലമി മഫ്ഊലുൻ ബിഹിയാണ്, മൻസൂബാണ്, അവിടെ തഖ്ദീരിയാണ്. അതേപോലെ തന്നെ കതബ്തു ഞാൻ എഴുതി, ബി ഖലമി, ബി ഖലമി. എല്ലായിടത്തും നോക്കി റഫിന്റെ സന്ദർഭത്തിലും നസ്ബിന്റെ സന്ദർഭത്തിലും ജറിന്റെ സന്ദർഭത്തിലൊക്കെ ഖലമി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം യാ ഉൽ മുഖാത്തബത്ത് ചേർന്ന് വരുന്ന, അല്ല യാ ഉൽ മുത്തക്കല്ലിം, മുഖാത്തബത്തല്ല, യാ ഉൽ മുത്തക്കല്ലിം ചേർന്ന് വരുന്ന പിന്നെ ഇസ്മുകളൊക്കെയും ഇറാബ് തഖ്ദീറാണ് എന്ന് പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് വരുന്ന വിഷയമാണ്. ഈ രണ്ട് സന്ദർഭങ്ങളിൽ പിന്നെ മഖ്സൂറായ ഇസ്മിലും അതേപോലെ തന്നെ മഖ്സൂറായ മുറബായ പിന്നെ ഇസ്മിൽ, മഖ്സൂറായ ഇസ്മിലും അതേപോലെ തന്നെ യാ ഉൽ മുത്തക്കല്ലിം ചേർക്കപ്പെട്ട ഇസ്മുകളിലും എല്ലാ ഇറാബും ഖുദ്ദിറ തഖ്ദീർ ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഏതായാലും നമ്മളിവിടെ പിന്നെ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഏതിനെക്കുറിച്ച്? മഖ്സൂറായ ഇസ്മിൻ്റെ ഇറാബിനെ കുറിച്ച്. മഖ്സൂറായ ഇസ്മ് ഏത് എന്നുള്ളത്. വഹുവല്ലദീ ഖദ് ഖുസിറ, അതെത്ര ഖസ്ർ ആക്കപ്പെട്ടത്? ഏത്? ഈ അൽ അവ്വൽ. ആ അൽ അവ്വൽ കൊണ്ട് ഉദ്ദേശം അൽ മുസ്തഫ എന്നുള്ള ഉദാഹരണം പോലുള്ളത്, മനസ്സിലല്ലേ? ഉദാഹരണം അതെന്താണ്? അൽ മുസ്തഫ എന്നുള്ളത് ഖദ് ഖുസിറ മഖ്സൂറാക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ഇറാബ് എല്ലാം റഫും നസ്ബും ജറും എല്ലാം ഖുദ്ദിറ, അതെന്താണ് പിന്നെ തഖ്ദീർ ചെയ്യപ്പെടുകയാണ് ചെയ്യുക, അല്ലാതെ വാഹിറത്തായി ലഫ്ദിയായിട്ട് പറയപ്പെടുകയില്ല എന്നുള്ളതാണ്. മനസ്സിലല്ലേ? ഇറാബ് ലഫ്ദി ഉണ്ട്, ഇറാബ് മഹല്ലി ഉണ്ട്, ഇറാബ് തഖ്ദീരി ഉണ്ട്. ലഫ്ദി നമ്മൾ പറഞ്ഞു സഹീഹായ ഇസ്മുകളുടെ അവസാനത്തിൽ അല്ലെങ്കിൽ ഷബീഹും ബിൽ സഹീഹിനോട് സാദൃശ്യമുള്ളതിലൊക്കെ തെളിയുന്നത് പോലെ ജാ അലിയുൻ, റഅയ്തു അലിയൻ, മറർതു ബി അലിയിൻ. ഉണ്ടോ? അവിടെയൊക്കെ എന്താണ്? ഷബീഹും ബി സഹീഹ് ആണെങ്കിലും ഇറാബ് ലഫ്ദിയാണ്, ഹറക്കത്ത് വാഹിറത്താണ്. അങ്ങനെയുള്ള ഇറാബുണ്ട്. പിന്നെ ഇറാബ് തഖ്ദീരി ഉണ്ട്, അതാണ് മഖ്സൂറായ ഇസ്മിൽ നമ്മൾ ഉദാഹരിച്ചത് എല്ലാ ഇറാബും ഇവിടെ തഖ്ദീരിയാണ്. ഇറാബ് മഹല്ലി ഉണ്ട്, അത് മബ്നിയായ പിന്നെ ഇസ്മുകളിൽ മബ്നിയായവയിൽ നമ്മൾ പിന്നെ പറയുന്ന ഇറാബാണ്. ഫി മഹല്ലി റഫ്ഇൻ, ഫി മഹല്ലി നസ്ബിൻ, ഫി മഹല്ലി ജർറിൻ, ഇങ്ങനെ ഉള്ള ഇറാബ്. തയ്യിബ്, ഇതാണ് ഇപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ ഇന്ന് നമ്മൾ ഈ ഒരു ഉദാഹരണത്തിൽ മനസ്സിലാക്കിയത്. എന്താണ് മഖ്സൂറായ ഇസ്മ്, എങ്ങനെയാണ് മഖ്സൂറായ ഇസ്മിന് ഉള്ള ഇറാബ്, അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. എങ്ങനെ തഖ്ദീരിയായിട്ടുള്ള ഇറാബ്, തഖ്ദീരിയായ ഇറാബും ലഫ്ദിയായ ഇറാബും തമ്മിൽ എന്താണ് വ്യത്യാസം, അതൊക്കെയാണ് ഈ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയുണ്ടായത്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ്?
അൽ ഇസ്മുൽ മങ്കൂസ് ആയ ഇസ്മാണ്. ഇൻഷാ അല്ലാ എന്താണ് ഇസ്മുൽ മങ്കൂസ്, എങ്ങനെയാണ് അൽ ഇസ്മുൽ മങ്കൂസിൻ്റെ ഇഅ്റാബ്, നമുക്ക് ഇൻഷാ അല്ലാ തുടർന്ന് അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.